മോനെ ഹണ്ടിക്കിരി, പൈതാര, തേള് ഇത് മേടിച്ച് കുടുക്കി 20 baht. തായ്ലാൻഡ് വരണം, എക്സ്ട്രീം ഫുഡ് കഴിക്കണം, എന്തൊട്ടിനും കഴിക്കും. തേളെന്നിട്ട് അറിയില്ല, വയറ്റിന് എന്തോ ഒരു ഇഷ്ടം. പെപ്സിയാണ്, പക്ഷേ ദുബായ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ ഒരു വെർഷൻ. മുതല ഇറച്ചി കഴിക്കാനാ. നീ കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല. വേറൊരു സത്യാവസ്ഥ തായ്ലാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഹായ് ഗൈസ്, സവാദിക്ക ഫ്രം തായ്ലാൻഡ്. ഇവൻ്റെ മുഖത്ത് ഇവിടുന്ന് വെളിച്ചം കുറവാണ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് പിടിക്കണം. ഇവിടുന്ന് പിടിക്കുമ്പോൾ നിന്നെ കിട്ടൂല. അപ്പം ഇന്ന് നമ്മളെ ജീവിതത്തിൽ പലതരം ഫുഡുകൾ കഴിക്കാറുണ്ട് അല്ലേ? പലതരം മനുഷ്യന്മാരെ കാണാറുണ്ട് ഇല്ലയോ? നിന്നെ കിട്ടൂല. അപ്പം നീ ബിരിയാണി കഴിച്ചിട്ടില്ലേ? ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്, ദോശ കഴിച്ചിട്ടുണ്ട്, പലതും കഴിച്ചിട്ടുണ്ട്. പക്ഷെ പാമ്പും കുഞ്ഞ്, എട്ടുകാലി, തേള്, പിന്നെന്താ മുതല, പിന്നെന്താ പുഴു, എല്ലാ സാധനങ്ങളും ഇതൊക്കെ റെയർ ആയിട്ടാണ് നമുക്ക് കിട്ടുക. അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മളത് കഴിച്ചു നോക്കണം. ഇന്ന് ഞങ്ങളൊരു എക്സ്ട്രീം ഫുഡ് ഹണ്ടിങ്ങിനും കൂടി പോവാണ്. പിന്നെ നമ്മളെ നാട്ടില് ഒന്നിടാതെ ഇല്ലെങ്കിൽ നേക്കഡല്ല, പുള്ളി 90% നേക്കഡായിട്ട് ഡ്രസ്സ് ഇട്ട് തുള്ളുന്ന പരിപാടിയൊന്നും ഇല്ല. പക്ഷെ തായ്ലാൻഡ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു കോമൺ ആണ്. ചിരിക്കുന്ന കണ്ടവൻ. അപ്പം നമ്മളിപ്പോ ഉള്ളത് കുഷ്വാൻ റോഡ്. ഇത് പറയാൻ കിട്ടൂല, തായ്ക്കാരെ മാത്രമേ പറയുള്ളൂ. ഓരിങ്ങനെ പറയാ കുഷ്വാൻ റോഡ്, നമുക്കത് കിട്ടൂല. അതുകൊണ്ട് ഞാനിവിടെ വീട് എഴുതി കൊടുത്തേക്കാം. അപ്പോൾ തായ്ലാൻഡിൽ വരുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് വരേണ്ട ഒരു പ്ലേസാണിത്. കാരണം നിങ്ങളൊരു സ്ട്രീറ്റ് നൈറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന, ഒരു സ്ട്രീറ്റ് ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ച് അടിപൊളിയായിട്ട് ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് എന്ത് ഈ കുഷ്വാൻ റോഡ്. അവിടെ കിട്ടാത്തതൊന്നുമില്ല ഗൈസ്, എല്ലാം കിട്ടും. കഞ്ചാവ്, അത് ഇത്, കള്ള്, അതിപ്പോ എല്ലായിടത്തും കിട്ടും. നമ്മളെ നാട്ടില് ലീഗലായിട്ട് കിട്ടാത്തതല്ല ഇവിടെ കിട്ടും. അപ്പം അതങ്ങനെ അതൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് വെറും 400 മീറ്റർ, 400 ഇല്ല 200 മീറ്റർ അത്ര അടുത്താണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പം നേരെ ഇവിടുന്ന് അങ്ങോട്ട് പോവുക, ഇതൊക്കെ കാണിക്കാം. എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. പലതും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, പൈസ കൊടുക്കണം അവർക്ക്. പൈസ മാത്രമല്ല, നമ്മൾ അങ്ങനെ ഫ്ലെക്സ് ഒന്നും നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മളത് ഫാമിലി ഓഡിയൻസ് ഒക്കെ കാണുന്നത്. അപ്പം പെൺപിള്ളേരെ പലതൊക്കെ ഇട്ടിട്ടാണ് നിൽക്കാറ്. അതൊന്നും എടുത്തിട്ട് വ്ളോഗാക്കാൻ വേണ്ടി പറ്റില്ല. പണ്ടായിരുന്നു എനിക്ക് കാണിക്കുന്നു. ഞാനും കല്യാണം കഴിച്ച് ഒരു കുട്ടിയായി. അപ്പം ഇതെന്തോ ശരി, പിന്നെ നാട്ടുകാർ പറയില്ലേ, നാട്ടുകാരല്ല, എൻ്റെ വൈഫിൻ്റെ ഫാമിലിയൊക്കെ ഇത് കാണും. ഒരു വൈഫിനെ വിളിച്ചിട്ട് പറയായിരിക്കും, എന്തുവാ അവൻ കാണിച്ചോണ്ടിരിക്കുന്ന ഭർത്താവ് പിഴച്ചു പോയി മോളെ. അപ്പം അത് പറയാതിരിക്കാൻ നമ്മൾ അത്യാവശ്യം പറ്റുന്നതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് വരാം. ഇതാ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് നമ്മൾ ഹോസ്റ്റലിൻ്റെ ഇതാണ് നമ്മളെ ഹോസ്റ്റൽ, NY കുഷ്വാൻ ഹോസ്റ്റൽ. ഇവിടുന്ന് നേരെ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ റോഡെത്തി. അപ്പോൾ ഞങ്ങളൊന്ന് പോയിട്ട് എടുക്കാൻ പറ്റുന്നൊക്കെ എടുത്തിട്ട് വരാം. ഇന്നലെ രാത്രി ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്, ഫസ്റ്റ് വന്നെന്ന് തന്നെ. പക്ഷെ എന്ത് പറ്റി, പെരും മഴ. ഇവിടെ ഒന്നെങ്കിൽ എക്സ്ട്രീം മഴ അല്ലെങ്കിൽ എക്സ്ട്രീം ചൂട്, ഇത് അല്ലാണ്ട് വേറെ ഇല്ല. ചൂടാണ് കേട്ടോ ഇവിടെ, മഴ പെയ്താലും ചൂടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ സ്ട്രീറ്റിലോട്ട് ഇങ്ങനെ നടന്നു പോകാം. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് മേടിച്ച് എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ പോകാം കേട്ടോ. അതാ കാണുന്നതാണ് കുഷ്വാൻ റോഡ്. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സീനാണ്. കാരണം എന്താ വെച്ചാൽ ക്യാമറ ആയിട്ട് പോകുമ്പോൾ തന്നെ ആൾക്കാർ എന്താ പറയുക, കുറച്ച് മസാജ് ഏരിയാസൊക്കെ ഉണ്ട്. നമ്മൾ പോകുമ്പോൾ തന്നെ തായ് മസാജ്, അബീ അബീ, ഇങ്ങനെയാ, ഇങ്ങനെ അബീ അബീ, ഇതാണ് അവിടുത്തെ സ്ഥിതി. അതുകൊണ്ട് നമ്മൾ നോക്കിയും കണ്ടിട്ട് വൃത്തിയിലെടുക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ ഇന്നലെ മുതൽ ഇവിടെ വന്നതിന് ശേഷം അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് പോയാൽ ഞാൻ സ്ഥിരമായിട്ട് നോക്കുന്ന ഒരു സാധനമാണ്. അതായത് എല്ലാ ദിവസവും ഇവിടെ വന്ന് നമ്മളെ ബാഗിലൊക്കെ ഫ്ലാഗ് ഒട്ടിച്ച് വെക്കാം. അതായത് തുണീൻ്റെ ഫ്ലാഗാണിത്. അപ്പോൾ ഞാൻ എത്ര രാജ്യത്ത് പോയി, 30 രാജ്യത്ത്. ആ 30 രാജ്യത്തിൻ്റെ ഫ്ലാഗ് വേണേൽ മേടിക്കാം. പക്ഷേ എത്ര രൂപ വരെയോ, 900 ബാത്ത്. 900 ബാത്ത് എന്ന് പറഞ്ഞാൽ എത്ര രൂപയായി? 2700 രൂപയാവും. നഷ്ടമോ ലാഭമോ? ലാഭമാണ് അല്ലേ? നാട്ടിലാണെങ്കിൽ ഒന്നൊരു 150 രൂപയെങ്കിലും ആവൂലേ? ഇവിടെ എത്രയാ?
ഒന്നിന് 39. നമുക്ക് പോയിട്ടൊന്ന് ചോദിച്ചു നോക്കാം. വില വീശണം. ഫിക്സഡ് ആയിരിക്കും മിക്കവാറും തോന്നുന്നു. ചോദിച്ചു നോക്കാം എന്തായാലും. I need that flag. 30 country. Oh, sorry. 30 countries. 30 piece. 30 piece. How much? Discount? Little bit. This one. This one. But One piece 39. okay. 30 piece 9. Small discount. This discount already because it's 39 to 30 is more than 1,000 baht. This is discount. I know. Little bit. 800. At 50. 800. At 50. Yes, I cannot. At 50. Okay. Can I take? Okay. നമ്മളൊരു 850 ബാത്തിന് ഉറപ്പിച്ചിട്ടുണ്ട്. എല്ലാ രാജ്യവും ഉണ്ടോന്ന് അറിയില്ല. നല്ല ലാഭം. 850 ആണെങ്കിലും 30 എണ്ണം. ഇതിലെവിടെ? ഓക്കെ. നമ്മൾ എത്യോപ്യയിൽ പോയതാ. അപ്പം ആദ്യം എത്യോപ്യ. ഇങ്ങനത്തെ ഫ്ലാഗ് ആട്ടോ. നമുക്കിത് ഫുള്ള് എടുത്തതിന് ശേഷം വീഡിയോ കാണിക്കാം. ഇത് ഭയങ്കര നീ കട്ട് ചെയ്തു. സോ ഗൈസ്, നമുക്ക് ഇവിടുന്ന് 25 രാജ്യത്തിൻ്റെ കിട്ടിയുള്ളൂ. അങ്ങനെ 750 ബാത്ത് ആയി. 700. അപ്പം 25 രാജ്യം കിട്ടിയുള്ളൂ ഗൈസ്. 720 തന്നു ലാസ്റ്റ്. അല്ല 730. ബാക്കി രാജ്യങ്ങൾ എനിക്ക് ഏതൊക്കെ കിട്ടാതിരുന്നത്? കസാക്കിസ്ഥാൻ, ബുറുണ്ടി, റുവാണ്ട, തജിക്കിസ്ഥാൻ, അതന്നെ അല്ലേ? ഈ ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. ആഫ്രിക്കൻ രാജ്യം. മൂപ്പരോട് സെറ്റ് ചെയ്യാൻ വെക്കണം. നെക്സ്റ്റ് ടൈം ബുറുണ്ടി, റുവാണ്ട. ഓക്കെ. ആഫ്രിക്ക. Also you travel many countries. Yes, vlogging. Working. Mm. So many countries. അപ്പം താങ്ക് യു. പുള്ളിക്ക് മനസ്സിലായി. നീ ഇങ്ങനെ കറങ്ങി അടിച്ച് ഇനിയാണ് നമ്മളെ സ്ഥലത്തോട്ട് പോകുന്നത്. എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി അവിടെയൊക്കെ കണ്ടോ ഫുള്ള് എടുക്കരുത്. എനിക്ക് വയ്യ. അതൊക്കെ എടുത്ത് ഇടി കിട്ടും. സബ്സ്ക്രൈബേഴ്സിൻ്റെ കിട്ടും. സബ്സ്ക്രൈബേഴ്സിൻ്റെ എന്നല്ല, പെണ്ണുങ്ങളെ കിട്ടും. സോ നമുക്ക് പോവാം ഗൈസ്. നമ്മൾ എക്സ്ട്രീം ഫുഡിൽ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് മുതല ഇറച്ചി കഴിക്കാനാണ്. നീ കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല. ഞാൻ കഴിച്ചതാ. 150 ബാത്ത്. അതായത് ഞങ്ങൾ 2 നേരത്തെ ചോറ് ഇവൻ ഒറ്റക്കടിക്കും. അപ്പം നമുക്ക് വേണ്ടിയിട്ട് അവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ ഒരു കുഞ്ഞു മുതല. ഇതാണ് മുതലേൻ്റെ ഇറച്ചി. സീല് ഗൈസ്. മുതല ഇറച്ചി കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല നിനക്ക്? അതെ, മാറി. നീ അന്ന് പിന്നെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് പട്ടിയിറച്ചിയൊക്കെ കഴിച്ച് സെറ്റായി. നീ കഴിച്ച് അവിടുന്ന് പാമ്പിറച്ചി ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ മുതലിറച്ചി ഇപ്പോൾ ചുട്ടെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. പൈസ കൊടുക്കട്ടെ? അത് കൊടുക്കാം. കഴിക്കാതെയോ? അങ്ങനെ ചോദിക്കുന്ന പൈസ അത് കഴിക്കണോ? അത് കഴിക്കേ. റൈറ്റ്. ഏതാ ഇത്? ആയിട്ട് അടിക്കാനോ? ഭയങ്കര ചൂടാ. ചൂടാ? ഭയങ്കര ചൂടാടാ. ചൂടുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു? ഞാനും കഴിച്ചോട്ടെ. ഉള്ള സീനൊന്നുമില്ല. പൈസ കൊടുക്കട്ടെ? ബന്ധിച്ചില്ല. ഇവിടെ ഉള്ളവരെങ്ങനെ കഴിക്കാം? സെറ്റ് തന്നെ. സോ ഗൈസ്, നമ്മളിതാ കൊഷ്യൻ റോഡ് സ്ട്രീറ്റ് നടത്തം ആരംഭിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് എവിടെ വരെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല.
നമുക്ക് നോക്കി വെക്കാം. ഇതിങ്ങനെ വളഞ്ഞ് ചുറ്റി നമുക്ക് ഒരുപാട് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന അത്ര എടുക്കാം. ഈ ആദ്യം കാണുന്നതൊക്കെ സാധാരണ ഡ്രസ്സും ഇതൊക്കെ വിൽക്കുന്ന സ്ഥലമാണ്. കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് മെസ്സേജ് അതും പല സാധനങ്ങളും വന്ന് തുടങ്ങിയ. അതാ ചേച്ചി ഇതാ അവിടെ. എടാ ഇതാ തേള്. How much? There. അവിടെ 50 ഉള്ളൂ. അവിടെ 50 ബാക്കി. ഇന്നലെ നമ്മൾ കണ്ടല്ലേ, ഏതെടുത്താലും 50. ഇവിടെ ചാമ്പാൻ നോക്കുന്നുണ്ട്. ഏടെ എന്നെയോ? അയ്യോ എടാ, കുട്ടികള് എന്നെ വിളിച്ചിട്ടായിരുന്നു പറഞ്ഞേ ഇവൻ. പക്ഷെ ഞാൻ പോവില്ല. മാരീഡ് ഗൈസ്, മാരീഡ്. ക്യാമറ ഇപ്പൊ കൊണ്ടുപോകും. അപ്പോൾ ക്യാമറ ഫ്രണ്ട്ലി ആണോ അവര്? അതാ ഇവിടെ എക്സ്ട്രീം ഫുഡ് ഇല്ലല്ല. അവിടെ എക്സ്ട്രീം ഫുഡല്ല, അവിടെ വേറെ എന്തൊക്കെയോ ഫുഡാണ്. പിന്നെ ഈ ചിലപ്പോൾ ഇതിന് കോപ്പി റൈറ്റ് ഒക്കെ കിട്ടും ഗൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മ്യൂസിക് കേൾക്കുന്നുണ്ടല്ലോ, മ്യൂസിക് കേൾക്കുന്നതുകൊണ്ട് കോപ്പി റൈറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിവിടെ ഒരു കഞ്ചാവിൻ്റെ കടയുണ്ട്, വേണമെങ്കിൽ ജസ്റ്റ് ദൂരത്തുനിന്ന് കാണിച്ചു തരാം. ഇവരിവിടെ ഇതാ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് കഞ്ചാവിൻ്റെ കടയാണ് ഗൈസ്. താങ്ക് യു, താങ്ക് യു. നോ കഞ്ചാ, വെരി ഗുഡ് പേഴ്സൺ. ഭയ്യ കഞ്ചാന്ന്. അതല്ല, ഭയ്യ കഞ്ചാന്ന്, ഭയ്യാന്ന് എന്നെ. ഞാൻ പറഞ്ഞ ഭയ്യല്ല, വെരി ഗുഡ് പേഴ്സൺ ആണ് ഞാൻ. ഇത് അടുത്ത സ്ഥലം, കഞ്ചാവ് വെക്കുന്ന അടുത്ത സ്ഥലം. ഇത് നമുക്ക് എടുത്തു പോയി കാണിച്ചിട്ട്, നമ്മൾ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളല്ലേ, അപ്പോൾ നമ്മളങ്ങനെ കാണിക്കാൻ പാടില്ല എന്ന് കരുതിയോണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ ഇന്നിങ്ങനെ പോവാം. ഇവിടെ ഇംഗ്ലണ്ട് ഉണ്ട്, ബ്രസീലുണ്ട്, പോർച്ചുഗൽ. നമ്മളിപ്പോഴും പോർച്ചുഗൽ ഗൈസ്. അതാ നമ്മളെ ആള് അവിടെ ഉണ്ട്, പോർച്ചുഗൽ. സീന ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാന്ന് പറഞ്ഞ സീന. നമ്മൾ കുറച്ച് വേറെ ഇതിൻ്റെ എക്സ്ട്രീം ലെവലാണ് നമ്മൾ പട്ടായയിൽ പോയാൽ കാണുക. ഇതിൻ്റെ ഒരു ചെറിയ വെർഷനാണ് ഇവിടെയെങ്കിൽ. നമ്മൾ പട്ടായയിൽ പോയ ഇതിൻ്റെ എക്സ്ട്രീം വെർഷൻ ആയിരിക്കും കാണുക. പിന്നെ ഇത് ഓണായിട്ടില്ലടാ. ഇല്ല. ഇവിടെ സമയം 8:30 ആയി. ഇന്നലെ രാത്രി ഞങ്ങൾ വന്നപ്പോൾ ഒരു 9 മണി ആയി ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ കണ്ടതൊക്കെ സീനാ. അത് വെച്ച് നോക്കുമ്പം ഇന്നിവിടെ ആയി വരുന്നേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. നമ്മളെ നാട്ടിൽ മാന്യന്മാരായിട്ട് നടക്കുന്ന പലരും ഇവിടെ വരുമ്പം വ്ളോഗിൽ പെടാറുണ്ട്. അപ്പോൾ ഞാൻ സോറി പറയുന്നു, അറിയാതെ നിങ്ങൾ എടുത്തു പോകുന്നതാണ്. അറിഞ്ഞുകൊണ്ടല്ല ഗൈസ്, അറിയാതെ നിങ്ങളിതിൽ വന്ന് പെടുന്നതാണ് കേട്ടോ. എല്ലാവരോടും ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. മാന്യന്മാരാരെങ്കിലും ഇതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി ഗൈസ്, സോറി. ഓരോ രാജ്യത്ത് വന്നാൽ അവരുടെ കൾച്ചർ കാണണ്ടായി. അതന്നെ. കണ്ടോ സീന ഗൈസ്, സീൻ. ഫോട്ടോ എടുക്കാൻ പാടില്ല. അത് ഇവിടെ എക്സ്ട്രീം സാധനങ്ങൾ ഇത് അവിടെ കിടപ്പുണ്ട്. അപ്പം ഏതാ കഴിക്കുക? ഒരെണ്ണം നമ്മൾ കഴിക്കുന്നു. തേളാണോ ഏതാ? തേളുണ്ട്, കുഞ്ഞിപ്പാമ്പുണ്ട്, എൻ്റെ മോനെ അണ്ടിക്കിരി, പൈതാര, തേള്, കുഞ്ഞിപ്പാമ്പ്, അണ്ടിക്കിരി, പൈതാര, തേള്. ഇതൊരു എന്തുവാ അത്? ഈച്ച. ഇത് പുഴു. ഈച്ച പുഴു. No, we want how much for this? 100 baht. This one? 400 baht. ഇത് കഴിച്ചു നോക്കിയാലോ? നമ്മൾ ഒരു തേള് കഴിച്ചു നോക്കുന്നു ഗൈസ്. നമ്മളൊരു തേള് കഴിച്ചു നോക്കാൻ വേണ്ടി പോവാണ്. കിടിലൻ എക്സ്പീരിയൻസ്.
സോ ഗൈസ് നമ്മളെ അഭി ഇത് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാ. എങ്ങനെ കടിച്ചടാ നീ? തേള് ഇതെല്ലാം കഴിക്കാൻ പറ്റുമോ? രസല്ലേ? പെരിയ കഴിക്കുന്നവരുണ്ട്. എൻജോയ് ചെയ്യും. പൈസ കൊടുക്കട്ടെ. പൈസ കൊടുക്ക, അത് കഴിച്ചു തീർക്ക്. ആ അതിന്റെ നടു അടിച്ചു നോക്ക്, നല്ല ടേസ്റ്റ് ഗൈസ്. ഇത് മേടിച്ച് കുടുക്കി, ഇത് നമുക്ക് കഴിക്കാൻ പറ്റൂല ഗൈസ്. ഇത് 20 ബാത്ത് നമ്മളിത് കൊടുക്കുന്നതായിരിക്കും. ഇതിന് 100 ബാത്താണ്. 100 ബാത്ത് എന്ന് പറഞ്ഞാൽ 100 രൂപയായി ഗൈസ്. ഞാൻ 100 ബാത്ത് കൊടുക്കുവാണ്. കൊടു 100 ഇത് 100 ബാത്ത് പോയ ആളുകൾ കാണുന്നത്. എന്തൊക്കെ ഫുഡായിരുന്നറിയോ? തായ്ലാൻഡ് വരണം, എക്സ്ട്രീം ഫുഡ് കഴിക്കണം, എന്തൊട്ടിനും കഴിക്കും. ഇത് നമ്മളെ കൊണ്ട് പറ്റൂല, നമ്മളെ കൊണ്ട് താങ്ങൂല കഴിച്ച്. അതുകൊണ്ടാണ് ഇല്ലേ നമുക്ക് കഴിച്ചൊക്കെ ആയിരുന്നു കഴിച്ച്. ഇത് നമ്മളെ കൊണ്ട് താങ്ങാത്ത ഫുഡാണ് കഴിച്ച്, അതുകൊണ്ട് വിട്ടേക്കാ. ഓക്കെ, 2 കാലേ എടുത്തിട്ടുള്ളൂ. 80 ബാത്ത് അല്ല 20 ബാത്ത്. ഇത് വിറ്റ് കഴിഞ്ഞാൽ നമുക്കിന്ന് രാത്രിയിലത്തെ ഫുഡ് കിട്ടും. ഇന്ന് എക്സ്ട്രീം ഇതായിരുന്നില്ലേ നമ്മൾ ആ സ്ട്രീറ്റിൽ നിന്ന് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പം തേളുന്നിട്ടാൻ അറിയില്ല, വയറ്റിൻ്റെ എന്തോ ഒരു ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ 7-Eleven കയറിയിട്ട് ഒരു പുതിയൊരു സാധനം കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് പെപ്സിയാണ്, പക്ഷേ ദുബായ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ ഒരു വെർഷൻ. ഞങ്ങളിപ്പോൾ ഇത് കുടിച്ചു നോക്കി. തായ്ലാൻഡ് വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. റെക്കമെൻഡ് ചെയ്തില്ല. ഇത് ആദ്യത്തെ ഇറക്ക് നല്ല പെപ്സി പോലെ, പിന്നെ വായിൽ മൊത്തം ചോക്ലേറ്റിന്റെ ചോയ. അതായത് എനിക്ക് ആദ്യം ഒരു പെപ്സി മേടിച്ചിട്ട് ചോക്ലേറ്റ് ഒരുമിച്ച് കഴിച്ചാൽ ആ ഒരു ഫീല് ഒരു നല്ല ക്വാളിറ്റി ഉള്ള ചോക്ലേറ്റ് ഒന്നല്ല, ലോക്കൽ ചോക്ലേറ്റ് കഴിച്ചാണ് ടേസ്റ്റ്. അപ്പം എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം നിങ്ങൾ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്തോളി. നമ്മളിനി കുറച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് സ്ട്രീറ്റിൽ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നമ്മളെ റൗണ്ട് എത്തി. നമ്മളെ റൂം തൊട്ടടുത്താണ്. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം ഗൈസ്. പോർക്ക് ഗ്രില്ലിഡ് വേണമെന്ന് പറഞ്ഞിട്ട് അവരുത്തം കഴിക്കാൻ പോന്നു. പറഞ്ഞോ, എനിക്ക് പറ്റൂലല്ലോ. ഞാൻ പറയാം. 2 പോർക്ക്. കഴിച്ചോ? 10 ബാത്ത് കഴിച്ചു നോക്ക്, ടേസ്റ്റ് ഉണ്ടോന്ന്. 10 രൂപയ്ക്കുള്ള ഉണ്ടോന്ന്. 30 രൂപ. കൊള്ളാം. സോസ് വേണമുണ്ട്, സോസ് അടിച്ച് കൂട്ടാം. ഇവിടെയൊക്കെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡുകളാണ് കേട്ടോ. ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡാണ് ഇവിടെ. പാട്ട് കൂത്തൊന്നുമില്ല, സ്ട്രീറ്റ് ഫുഡിൻ്റെ ഏരിയ. വെറും 10. അപ്പോൾ 10 തരും. കപ്പങ്ങ സോറി, താങ്ക് യു. ചോക്ലേറ്റ് പെപ്സി സീന്. അപ്പം നൈറ്റ് എന്താ ഫുഡ് കഴിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരിതാണിത്. ചോറും ചിക്കനും, പിന്നെ ചോറും പോർക്കും. പിന്നെ ഞങ്ങൾ പല ഫുഡും കഴിച്ചു നോക്കി കഴിച്ചു. പക്ഷേ വയറ് നിറയുന്നതും നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്നത് എനിക്ക് ചോറും ചിക്കനും തിന്നമ്മളാ, അവനത് തിന്നമ്മളും. അവന് അതല്ല, നമ്മൾ കുറേ സൂപ്പ് പോലത്തെ ഒക്കെ കുടിച്ചു നോക്കി. അതൊന്നും നമുക്കൊരു വയറ് നിറയുന്നില്ല, ഒരു ലോക്കൽ ഫീല്. ഇത് കറക്റ്റ്. ഇതിനെന്താ ഗ്രേവി എന്നല്ല ഒരു പറഞ്ഞേ? അങ്ങനെന്തോ പേര് പറഞ്ഞു. ഇന്ത്യൻ സ്റ്റൈലാന്ന് തോന്നുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കഴിക്കാം. നമ്മുടെ ദുബായ് പെപ്സി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സാധാ പെപ്സിയാണെങ്കിൽ എത്രയോ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഡിലീഷ്യസ് ആയിട്ടുള്ള എന്തൊക്കെയോ ഫുഡുണ്ട് കഴിച്ച്. അപ്പം എന്താണെന്ന് നമുക്കറിയില്ല. ആദ്യം നമുക്കൊരു ചിക്കൻ്റെ പീസ് കഴിച്ചോട്ടെ. അയ്യോ, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സോസ് ഇതിൽ ഒഴിച്ചിട്ടുണ്ട്.
ബാംബു ഷൂട്ടിൻ്റെ. സീനാണ് സീൻ. നമുക്ക് നിന്റെ ഇവിടെ വരുമ്പോൾ കഴിച്ചു നോക്കാൻ പറ്റിയ നമുക്ക് കഴിക്കാൻ പറ്റണ ഒരു ഐറ്റം സ്ട്രീറ്റ് ഫുഡ്. പൈസ കുറവൊന്നുമില്ല, 50 ഭാഗത്ത് 150 രൂപയുണ്ട്. 150 രൂപ. അതെ അതന്നെയല്ലേ ഇട്ടുള്ളൂ അല്ലേ? ബാക്കി അങ്ങോട്ട് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ഈ സെയിം ഫുഡ് ആ സ്ട്രീറ്റിൽ 100 ഭാഗത്ത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും സ്ട്രീറ്റിൽ നിന്ന് മാറിയിട്ടൊന്ന് കഴിക്കാനായിരിക്കും നല്ലത്. ഇതേ സെയിം സാധനം കുറച്ചുകൂടി ഉള്ളോട്ട് പോയാൽ 30 ഭാഗത്തിന് കിട്ടും. സോ ഗൈസ് നമ്മളെ സ്ട്രീറ്റിൽ നിന്ന് നേരെ നമ്മളെ റൂമിലോട്ട് വന്ന് പണ്ടത്തെ പോലെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. പണ്ട് ഞാൻ എന്തൊക്കെ ടൈപ്പ് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന അറിയോ? കല്യാണം കഴിച്ചോടുകൂടി സ്റ്റാർട്ടിങ് ട്രബിളും അങ്ങനത്തെ വീഡിയോസ് ഒന്നും പോയിട്ട് എടുക്കാനൊന്നും തോന്നുന്നില്ല, ഒരു രസം കിട്ടുന്നില്ല. ഇപ്പം വേറൊരു സത്യാവസ്ഥ തായ്ലാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പണ്ട് നമ്മൾ 7-11 കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് സിമ്പിളായിട്ട് ഭക്ഷണം കഴിക്കായിരുന്നു, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിക്ക്. ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ 7-11 ഭയങ്കര ഒരു പാക്കറ്റ് ബ്രെഡിന് 25, വലിയ പാക്കറ്റാണ് 35-40 രൂപ. അതായത് പുറത്ത് പോയിട്ട് ചിക്കനും റൈസും കഴിക്കാം, അത്രയും പൈസയായിട്ട് മാറിയിരിക്കുകയാണ് 7-11. നമ്മളെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലി. അത് രാജ്യക്കാരെ വെച്ച് നോക്കുമ്പോൾ ചീപ്പായി. എല്ലാവരും ട്രെൻഡായിട്ട് മാറി. 7-11 ഒരു ട്രെൻഡായിട്ട് മാറിയതുകൊണ്ടാണ് ഇത്രയും പൈസ ആയത്. അപ്പോൾ സ്ട്രീറ്റ് ഇപ്പം എന്താ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് കാണിച്ചിട്ടില്ല എക്സ്ട്രീം ഒന്നും. അത് നമ്മൾ നാളെ പോകുന്നുണ്ട്. നാളെ പട്ടായയിലോട്ടാണ് പോണത്. ഇന്നിപ്പോൾ എന്താ നമ്മൾ കുറേ പോക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് എന്തൊക്കെയൊക്കെ മേടിച്ച് തിന്നാൻ നോക്കി, പക്ഷെ നടന്നില്ല. പണ്ടൊക്കെ എൻ്റെ വയറൊക്കെ ഉണ്ടല്ലോ ഒരു സീനുമില്ല, എന്ത് കഴിച്ചാലും. പ്രായമായില്ലേക്ക, പ്രായത്തിൻ്റെയാണ്. 24 വയസ്സല്ലേ ഇപ്പോൾ? 31 വയസ്സായി. ഇതിനൊക്കെ 31 വയസ്സായില്ലേ? സെയിം അല്ലേ? 95 ഡിസംബർ. ഓക്കെ ആവുന്നു, എനിക്ക് ആയി, ഞാനാ മുത്ത്. അപ്പം വേറെ ഇപ്പം ഇന്നിപ്പോൾ ഒന്നും കാണിക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് റൂമിൽ പോയിട്ട് ഇതൊക്കെ എഡിറ്റൊക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങട്ടെ. പിന്നെ ആരും വീഡിയോ ഒന്നും കാണുന്നില്ല. പിന്നെ ഞാൻ ആരെയും കുറ്റമൊന്നും പറയുന്നില്ല, കാരണം മറ്റേ ആണ്ടിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരും കാണത്തില്ല. പിന്നെ തായ്ലാൻഡ് നീ 3ാമത്തെ വട്ടമല്ലേ എന്നുള്ള ചോദ്യം. സോ ഗൈസ്, കൂടുതൽ വിശേഷങ്ങളായിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേരും പോവാത്തൊരു രാജ്യത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അത് സർപ്രൈസ്.